ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റും. വിവിധ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിയമനമുണ്ട്, അതുപോലെ കൗൺസിലർ നിയമനം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം, ആയുഷ് മിഷനിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്, അതുപോലെ താലൂക്ക് ആശുപത്രിയിൽ അഭിമുഖം. അങ്ങനെ നിരവധി തസ്തികകളിലേക്ക്, നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ജോലി നേടാൻ കഴിയുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം ജോബുകൾക്കാണ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നേടാൻ കഴിയുന്നത് നോക്കാം. ഇപ്പം കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി താൽക്കാലികമായിട്ട് ജോലി നേടാൻ പറ്റും. അപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിയമനം വന്നിട്ടുണ്ട്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDSന് കീഴിൽ ലബോട്ടമിസ്റ്റ്, ജൂനിയർ കാത്ത് ലാബ് ടെക്നീഷ്യൻസ്, സെക്യൂരിറ്റി സ്റ്റാഫ്, അതുപോലെ ന്യൂറോ ടെക്നീഷ്യൻസ് എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സർക്കാർ അംഗീകൃത 2 വർഷത്തെ DMLT കോഴ്സ് വിജയം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ലബോട്ടമിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത. 45 വയസ്സ് കവിയാൻ പാടില്ല. അഭിമുഖം മാർച്ച് 19 രാവിലെ 10 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. സർക്കാർ അംഗീകൃത BCVT അതുപോലെ DCVT കോഴ്സ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കാത്ത് ലാബ് പ്രവൃത്തി പരിചയം എന്നിവയാണ് ജൂനിയർ കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള യോഗ്യത. 45 വയസ്സ് കവിയരുത്. അഭിമുഖം മാർച്ച് 20 രാവിലെ 10 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് കര അതുപോലെ വ്യോമ നാവിക സേനയിൽ നിന്നും വിരമിച്ച 56 വയസ്സ് കവിയാത്തവരായിരിക്കണം. മഞ്ചേരി നിവാസികൾക്കാണ് അതിലേക്ക് മുൻഗണന ഉണ്ടായിരിക്കുക. അഭിമുഖം മാർച്ച് 23 രാവിലെ 10 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്നതാണ്. അതുപോലെ സർക്കാർ അംഗീകൃത ന്യൂറോ ടെക്നോളജിയിൽ ഡിപ്ലോമ, രജിസ്ട്രേഷൻ എന്നിവയാണ് ന്യൂറോ ടെക്നീഷ്യൻസ് തസ്തികയിലേക്കുള്ള യോഗ്യത. 45 വയസ്സ് അതിലേക്കും കവിയാൻ പാടില്ല. അഭിമുഖം മാർച്ച് 25 രാവിലെ 10 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആശുപത്രി ഓഫീസ് സമയങ്ങളിൽ ഈ ഒരു ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കൗൺസിലർ നിയമനമാണ്. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായുള്ള കൗൺസിലറുടെ തസ്തികയിൽ ഒരു ഒഴിവ് നിലവിലുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 2024 മാർച്ച് 30 മുമ്പ് അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രായപരിധി 18 to 45. വിദ്യാഭ്യാസ യോഗ്യത സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, പബ്ലിക് ഹെൽത്ത്, കൗൺസിലിംഗ് എന്നിവയിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രതിമാസ വേതനം 23,170 രൂപ. കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്ര വർഗ കമ്മീഷനിൽ നിലവിലുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ കരാർ നിയമനം ഒരൊഴിവിലേക്ക് നിയമനത്തിന് മാർച്ച് 25 രാവിലെ 10 മുതൽ വാക്കിൻ ഇന്റർവ്യൂ കമ്മീഷൻ ആസ്ഥാനത്ത് വെച്ച് അയ്യങ്കാളി ഭവൻ, വെള്ളയമ്പലം നടത്തും. പ്രായപരിധി 18 to 36. സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവോ അനുവദനീയമാണ്. 11 രജിസ്ട്രേഷൻ അവസാനിക്കും. ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ SLC, അതുപോലെ DCA, MS ഓഫീസ്, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം. പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൊണ്ടുവരണം. കൂടുതൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ആയുഷ് മിഷനിൽ ഒഴിവ് വന്നിട്ടുണ്ട്. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സ ഹോമിയോപ്പതി വകുപ്പുകളിൽ കരാടിസ്ഥാനത്ത് നിയമനം നടത്തുന്നു. തെറാപ്പിസ്റ്റ് യോഗ്യത സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. പ്രതിമാസ വേതനം 14,700 രൂപ. ഉയർന്ന പ്രായപരിധി 2024 മാർച്ച് 11 40 വയസ്സ് കവിയരുത്. യോഗ ഇൻസ്ട്രക്ടർ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള 1 വർഷത്തെ കുറയാത്ത PG ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സർവകലാശാല, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സാവണം. പ്രതിമാസ വേതനം 14,000 രൂപ. ഉയർന്ന പ്രായപരിധി 2024 മാർച്ച് 11 50 വയസ്സ് കവിയാൻ പാടില്ല. ബയോഡേറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷാ ഫോം സഹിതം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ മാർച്ച് 19 രാവിലെ 10 നടക്കും. വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിലും അതുപോലെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ അഭിമുഖമാണ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ HMC മുഖേന ലബോറട്ടറി ടെക്നീഷ്യൻസ്, ഫാർമിസ്റ്റ്, റേഡിയോഗ്രാഫർ എന്നിവരുടെയും ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻസ്, സ്റ്റാഫ് നഴ്സ്,
ഡയാലിസിസ് യൂണിറ്റ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെയും ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മാർച്ച് 20 രാവിലെ 10 താലൂക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയത്ത് ഓഫീസിൽ അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ECG ടെക്നീഷ്യൻസ് ഒഴിവുന്നുണ്ട്. കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ HMC മുഖേന നിയമനം നടത്തുന്നു. ECG ആൻഡ് ആൻറ്റിയോമെട്രിക് ടെക്നോളജി VHSC യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർക്ക് വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും സഹിതം മാർച്ച് 21 രാവിലെ 11 മണിക്ക് കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. മറ്റുള്ള താൽക്കാലിക ഒഴിവുകളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുകളായിട്ടുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.